ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചിറ്റയെ കൊണ്ട് ആ ബീഫും പൊറോട്ടയും മുഴുവനും തീറ്റിച്ചിരിക്കുകയാണ് നന്ദ. അപ്പം നന്ദ അതിനുശേഷം പിങ്കിയെ കൊണ്ട് ആ വെജിറ്റബിൾസ് മുഴുവനും ഇന്നാ ക്യാരറ്റും കൂടി കഴിക്കുക പിങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം കഴിക്കാൻ നല്ലതാ, കഴിച്ചോ, നല്ല ആരോഗ്യം കിട്ടും, കുഞ്ഞിനും നല്ല സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ ഉള്ള കുഞ്ഞായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ പിങ്കി ആണെങ്കിൽ നന്ദയോട് ഇപ്പം മനസ്സിലായല്ലോ നിനക്ക്, ഞങ്ങൾ കള്ളത്തരല്ല പറഞ്ഞത് മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ. അയ്യോ ചിറ്റേ, സോറി കേട്ടോ, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു, അതുകൊണ്ട് സോറി, എനിക്ക് സമാധാനമായി, ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പം നന്ദ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്ന് ചിറ്റേ, ഒരു കഷ്ണം പോലും ഇത് തിന്നാനായിട്ട് എനിക്ക് ഭാഗ്യം ഉണ്ടായില്ല ചിറ്റേ. ദേ പിങ്കി മോളെ, നിന്നെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാനിത് മുഴുവനും തിന്നത് ചിറ്റേ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരാഹാരം എനിക്കും തിന്നേണ്ടി വന്നില്ലേ. അപ്പോൾ ഈ ബീഫിൻ്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിറ്റയ്ക്ക് ഛർദ്ദിക്കാൻ വരികയാണ്. അയ്യോ ചിറ്റേ, എന്തു പറ്റി ചിറ്റേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ഒരു പ്രശ്നം. ചിറ്റയാണെങ്കിൽ വായേം പൊത്തിപ്പിടിച്ചുകൊണ്ട് ഛർദ്ദിക്കാൻ ഓട്ടം. ഇതേ സമയം തന്നെ ഈ ഇന്ദീവരത്തിൽ വന്നിരിക്കുകയാണ് സജയനും, അതായത് പവിത്രയുടെ അച്ഛനും കൂടി ചേർന്നുണ്ട്. വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെ, പിന്നെ ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തി തരാം, എൻ്റെ പേരാണ് സജയൻ. ഇത് കേട്ട നമ്മുടെ മോഹിനി ചോദിക്കുകയാണ്, താനല്ലേ അന്ന് കൈനോട്ടക്കാരനായിട്ട് ഇവിടെ വന്നത്? അതെ, ഞാൻ തന്നെയാണ് വന്നത്. അപ്പോൾ നമ്മുടെ പവിത്രയും പവിത്രയുടെ ഭർത്താവ് അരുണും അവിടെ നിൽക്കുന്നുമുണ്ട്. അല്ല, എന്താണാവോ ഇപ്പം ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, ഞങ്ങളൊരു ഞെട്ടിക്കുന്ന സത്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഓഹോ, ഞെട്ടിക്കുന്ന സത്യം? അതെന്തൊരു സത്യമാണാവോ നിങ്ങൾ പറയാനായിട്ട് വന്നത്? അല്ല, ഇയാളെയും കൂട്ടി പിടിച്ച് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചോദിച്ചതാണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾ ശരിക്കും വിറച്ചു പോകും. അറിയാം. അറിയാന്നോ? അറിയാം. എന്നാലും സജയും പറ, എന്താണെന്നൊന്ന് അറിഞ്ഞോട്ടെ. അല്ല, എനിക്ക് നിങ്ങളുടെ ഈ മരുമകളില്ലേ, മരുമകളെക്കുറിച്ച് പറയാനുള്ളതാണ്. ഓഹോ, മരുമകളെക്കുറിച്ചാണോ പറയാനുള്ളത്? പവിത്രയെക്കുറിച്ച്. പവിത്ര സജയൻ താലി കെട്ടിയ പെണ്ണാണല്ലേ? ഇത് കേട്ട സജയനാകെ ഞെട്ടിപ്പോവുകയാണ്. അതെ, അത് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? എല്ലാം അറിയാം. നീ ഇങ്ങനൊരു കള്ളക്കഥയും പറഞ്ഞുകൊണ്ട് ഇവിടെ വരുമെന്ന് അരുൺ ഞങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു. കള്ളക്കഥയോ? കള്ളക്കഥയൊന്നുമല്ല, സത്യമായ കഥ തന്നെയാണ് പറയുന്നത്. ഇവളുടെ കഴുത്തിൽ ഞാനാണ് ആദ്യം താലി കെട്ടിയത്, എൻ്റെ ഭാര്യയാണ് ഇവള്. അതെല്ലാം മറച്ചു വെച്ചാണ് നിങ്ങളുടെ മകനെ ഇവള് സ്വീകരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഇതൊക്കെ കിട്ടിയപ്പോഴേക്കും അറിയാം, ഇതല്ല ഇതിനപ്പുറവും നീ പറഞ്ഞുണ്ടാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇനി ഒരു നിമിഷം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും എന്ന് മോഹിനിയും പറയുകയാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണെന്നേ. എന്ത് സത്യം, ഏത് സത്യമല്ല എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി സജയ. ദേ, ഇനി നിന്റെ ഈ നാടക അമ്മായിയപ്പനെ വിളിച്ചോണ്ട് പോകാൻ നോക്കിക്കോ, അല്ലെങ്കിലേ പ്രശ്നമാകും. ഇത് ഇന്ദീവരമാണ്. ഇന്ദീവരത്തിലുള്ള ആൾക്കാരെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല സജയ, അതുകൊണ്ട് ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത്. ഇത് കേട്ട സജയനാകെ കാലി വരികയാണ്. അപ്പം സജയനാണെങ്കിൽ ദേ എടാ അരുണേ, അപ്പം നീ ഇവിടെ കിടന്ന് എല്ലാം ഞാൻ പറഞ്ഞത് മുഴുവനും കള്ളക്കഥയാണെന്നും പറഞ്ഞുകൊണ്ട് വരുത്തിക്കൂട്ടി വെച്ചല്ലേ? ഇതിനൊന്നും ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. തെളിവ് സഹിതമായിട്ട് ഞാനിവിടെ എത്തും. ആയിക്കോട്ടെ, എന്നാൽ പോകാൻ നോക്ക്. അങ്ങനെ സജയൻ ഈ രത്നാകരനെ വിളിച്ചുകൊണ്ട് അമ്മാവാ, എന്നാ വാ നമുക്ക് പോകാം. നിക്കട മോനെ, പോകാൻ വരട്ടെ, തെളിവല്ലേ ആവശ്യം? ആ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. തെളിവോ? എന്ത് തെളിവാണ് അമ്മാവാ? അമ്മാവിടെ കയ്യിൽ എന്താ തെളിവുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാണിക്കാടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സജയനെ. ഇത് കണ്ട സജയനാണെങ്കിൽ സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥയിൽ അടിപൊളി, കിട്ടേണ്ട തെളിവുകൾ മുഴുവനും കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾക്ക് തെളിവല്ലേ ആവശ്യം, ദേ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതിയെയും ബാക്കിയുള്ളവരെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് അരുന്ധതി ആകെ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ അരുന്ധതിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോട്ടോ തട്ടിപ്പറിച്ച് സജയൻ നേരെ പവിത്രയുടെ കയ്യിൽ നിന്ന് കൊടുക്കുകയാണ്. പവിത്രേ, ഇത് നോക്ക് പവിത്രേ, ഇത് നീയല്ലെന്ന് പറയാനായിട്ട് പറ്റൂ പവിത്രേ, നീ ഇതൊന്ന് കാണ പവിത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പവിത്രയും ആകെ വല്ലാത്തൊരവസ്ഥ. പവിത്രേ, ഇനി സത്യം പറ, ദേ
ഇനി എന്താ നടന്നതെന്ന് സത്യം പറ പവിത്രേ. നീ എൻ്റെ ഭാര്യയല്ലേ, അത് ഞങ്ങൾ പറഞ്ഞേര്. അപ്പോൾ അരുന്ധതി കരച്ചു വന്നിട്ട്, പവിത്രേ പറയടി, ഇവർ പറഞ്ഞത് മുഴുവനും സത്യമാണോ? ദേ പറഞ്ഞോളണം. ഇത് കേട്ട അരുൺ, അത് പിന്നെ അമ്മായി നിന്നോട് ചോദിച്ചില്ല, ഞാൻ ചോദിച്ചത് പവിത്രയോടാണ്. പവിത്ര മാത്രം ഇതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി. പറ പവിത്രേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പവിത്ര പേടിച്ച് വിറച്ച്, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. നിന്റെ ക്ഷമ പറച്ചിലൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. സജയൻ പറഞ്ഞ സത്യമാണോ? സജയൻ്റെ ഭാര്യയാണോ നീ? സജയനാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ആകെ അരിശം വരികയാണ്. എടീ, അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് ഈ കുടുംബത്തെ പറ്റിക്കുകയായിരുന്നല്ലേ? അതിന് കൂട്ടായിട്ട് ഇവന് നിൽക്കുന്നല്ലേ? നിനക്ക് നാണമില്ലേടാ എന്നൊക്കെ ഇങ്ങനെ അരുണിനെയും ഇതാക്കി പറയുകയാണ്. അപ്പോൾ നമ്മുടെ സജയനാണെങ്കിൽ ഇപ്പം മനസ്സിലായല്ലോ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ബോധ്യമായല്ലോ. ദേ എനിക്ക് എൻ്റെ ഭാര്യയെ വിട്ടുതരണം, ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ രത്നാകരനും പറയണം, അതെ എനിക്ക് എൻ്റെ മോളെയും വിട്ടുതരണം. ദേ ഇട്ട് തന്നില്ലെങ്കിൽ പിന്നെ കളി മാറുവേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ കളി സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങ് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നും അറിയില്ല. ഇവളെ എങ്ങനെയും അടിച്ചോടുന്ന് പുറത്താക്കണമെന്നാണ് മോഹിനിയും അതേപോലെ തന്നെ അരുന്ധതിയും ഒക്കെ വിചാരിച്ചിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തെയാണ്. അപ്പോൾ ഗൗതമാണെങ്കിൽ ഒരു പോലീസുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറേ, ഇന്ന ഹോട്ടലിൽ വലിയൊരു റെയ്ഡ് നടന്നു സാറേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എടോ ഇതൊക്കെ താൻ എന്തിനാണ് എന്നോട് പറയുന്നത്? എടോ ഇതൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ് എന്നെ എന്തിനാ ശല്യപ്പെടുന്നത്? ഇതൊക്കെ തനിക്ക് കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അതല്ല സാറേ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരാളും കൂടി ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ഹോഹോ, അത് ശരി, അപ്പം അങ്ങനെയാണോ സംഭവങ്ങൾ? എവിടെ അയാൾ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണിച്ചു കൊടുക്കുകയാണ്. എടോ തനിക്ക് നാണമുണ്ടോടോ? താൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ചതിക്കുകയായിരുന്നല്ലേടോ? ദേ തന്നെയൊന്നും വെറുതെ വെച്ചേക്കില്ല ഞാൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, സാറേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സാറേ, തനിക്ക് എന്താണോ പറയാനുള്ളത് എന്ന് ഗൗതം ചോദിക്കുകയാണ്. സാറേ, ഞാനിങ്ങനെയൊക്കെ ഇവരുടെ ഗ്യാങ്ങിൽ നടന്നതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി സാറേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരൊപ്പം കൂടിയത്. താൻ എന്തു മനസ്സിലാക്കിയെന്നാണ്? എന്തെങ്കിലും തെളിവ് എനിക്ക് കിട്ടിയോ? എങ്കിൽ പറയടോ. സാറേ, അങ്ങനെ എല്ലാ തെളിവുകളും സാറിൻ്റെ മുന്നിൽ പെട്ടെന്ന് നിർത്താനായിട്ട് പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു തെളിവ് ഞാൻ സാറിനോട് പറയാം സാറേ. അത് സാറിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്, എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചുള്ള കാര്യം. അതെ, പവിത്ര എന്ന് പറഞ്ഞ പെണ്ണില്ലേ, ആ പെണ്ണിനെക്കുറിച്ച് തന്നെയാണ്. പവിത്രയെക്കുറിച്ചോ? പവിത്രയെക്കുറിച്ച് താൻ എന്താണ് പറഞ്ഞത്? തനിക്ക് എന്താണ് പവിത്രയെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴേക്കും, സാറേ, ആ പവിത്ര എന്ന് പറഞ്ഞ പെണ്ണ് വലിയൊരു ആപത്തിൽ പെടാനായിട്ട് പോവുകയാണ്. സജയൻ അവളെ കുരുക്കും. സജയനോ? അതെ സർ എന്നും പറഞ്ഞുകൊണ്ട് സകല കാര്യങ്ങളും പറയാണ്. ഈ സജയൻ അവളെ കൊണ്ടുപോകുന്നത് കല്യാണം കഴിക്കാനൊന്നുമല്ല, പിന്നെ അവിടെ ബോംബെയിൽ വലിയൊരു ഡാൻസ് ക്ലബ്ബുണ്ട്. ആ ഡാൻസ് ക്ലബിൻ്റെ മറവിൽ വർക്ക് ചെയ്യുന്ന കുറേ എണ്ണങ്ങൾ, ഒരു മാഫിയ എണ്ണങ്ങൾ, അവർക്ക് ഈ പവിത്രയെ കൈമാറാൻ വേണ്ടിയാ ലക്ഷങ്ങളും കോടികളുമാണ് ഈ ബിസിനസ്സിൽ ഈ സജയന് കിട്ടുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അവൻ ഇവളെ കൊണ്ടുപോകാനായിട്ട് മുൻകൈയെടുത്തിറങ്ങിയിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ അവളുടെ അച്ഛനും ഉണ്ട്. അവളുടെ അച്ഛന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ അച്ഛനെ പറഞ്ഞ് മയക്കി ഇവൻ്റെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇന്ത്യവരത്തിൽ നിന്ന് പവിത്രയെ പുറത്തിറക്കണം, എന്നാൽ മാത്രമേ അയാൾക്ക് അയാളുടെ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളെന്നും അങ്ങനെ ഉണ്ടായുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ഗൗതത്തോട് പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ആകെ ഞെട്ടിപ്പോവുകയാണ്. ഞെട്ടി വരച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ദൈവമേ, അങ്ങനെ ഇനി ഒരിക്കലും സംഭവിക്കാനായിട്ട് പാടില്ലല്ലോ. അതും ഇന്ത്യവരത്തിൽ കയറി ഇന്ത്യവരത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനൊന്നും ആർക്കും ഒരു ധൈര്യം കാണില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പവിത്രയെയും അരുണിനെയും എല്ലാവരെയും വിളിച്ചിട്ട് ഇവരെ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്മിയുടെ ഭർത്താവാണെങ്കിൽ, എടാ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് നീങ്ങിക്കടാ, നീ എന്തിനാ മറഞ്ഞു നിൽക്കുന്നത്? പരുന്ധതി ആണെങ്കിൽ, ഇവര് നാണമുണ്ടോ? ഇപ്പോഴും ഇത്രയൊക്കെ ആയിട്ടും അവൻ്റെ ഭാര്യയുടെ പിന്നാലെ തന്നെ നടക്കുകയാണ്, ഭാര്യയെ സപ്പോർട്ട് ചെയ്തിട്ട് നടക്കുകയാണ്. നിന്നെ ചതിച്ചവളല്ലേ നിന്റെ ഭാര്യ, എന്നിട്ട് നീ എന്തിനാ അവൾക്ക് ഇങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്? അപ്പം മോഹിനിയാണെങ്കിൽ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല, എത്രയും പെട്ടെന്ന് അവളെ കൊണ്ട് ആക്കിക്കൊള്ളണം. അപ്പം ലക്ഷ്മിയാണെങ്കിൽ, എന്തിനാണ് അരുണിന് എല്ലാവരും കൂടി ചീത്ത പറയുന്നത്? ഇതിന് മാത്രം ഒന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ആ, ലക്ഷ്മിയടത്തിക്ക് അങ്ങനെയൊക്കെ പറയാം. ലക്ഷ്മിയടത്തിയുടെ മരുമകളാണ് ഇങ്ങനൊരു ആദ്യ കല്യാണം കഴിച്ചുകൊണ്ട് മകൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ സഹിക്കോ? ലക്ഷ്മിയടത്തി സഹിക്കോ എന്ന് ചോദിച്ചപ്പോഴേക്കും ലക്ഷ്മിയടത്തി ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല,
ഇനി ഇവൾക്ക് എന്തൊക്കെ ബന്ധമുണ്ടെന്ന് ആർക്കറിയാം. ഇത് കേട്ട പവിത്ര കരഞ്ഞ് കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാകുകയാണ്. അപ്പോൾ വീണ്ടും പറയാണ്, ദേ ഇവളിപ്പോൾ ഒരു കള്ളക്കഥയും പറഞ്ഞുകൊണ്ടാണ് ഈ കുടുംബത്തിൽ കയറിയത്. ഇത് കേട്ട് നമ്മുടെ പവിത്രയാണെങ്കിൽ അമ്മ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടരുതമ്മേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ എന്ന് പറയേണ്ട താമസം മോഹിനി കായി ഉയർത്തി പവിത്രയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ്. ദേ പവിത്രേ, ഇത്രയും നാളായി നീ വീടി താമസം തുടങ്ങിയിട്ട്, എന്നിട്ട് നിന്നെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടോ? നിന്നുള്ളി നോവിച്ചിട്ടുണ്ടോ? നിന്നോട് സ്നേഹം മാത്രമല്ലേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അതേ എന്നും പവിത്ര പറയാണ്. പക്ഷേ ഇപ്പം ഞാൻ നിന്റെ നേരെ കൈ ഉയർത്തുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് പവിത്രേ. എൻ്റെ മോനെയാണ് നീ ചതിച്ചിരിക്കുന്നത്, ഈ കുടുംബത്തെയാണ് നീ ചതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല. അപ്പം ലക്ഷ്മിയുടെ ഭർത്താവും ഇവരെ സപ്പോർട്ട് തന്നെ സംസാരിക്കുകയാണ്. അതെ അതെ, അല്ലെങ്കിലും ഇനി ഇവളിവിടെ വേണ്ട. കാരണം ഇനി ആരൊക്കെയാണ് ഇങ്ങോട്ട് കയറി വരാൻ പോകുന്നതെന്ന് ആർക്കറിയാം. അപ്പം നമ്മുടെ അരുണാണെങ്കിൽ, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ഭാര്യയെ വിശ്വാസമാണ്, എനിക്ക് അവളെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. ഓ എടാ, ഇത്രയൊക്കെ കിട്ടിയിട്ട് നീ പഠിച്ചില്ലല്ലേ? ദേ അങ്ങനെയൊന്നും സമ്മതിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല. ഇത് കേട്ട നന്ദയാണെങ്കിൽ, നിൽക്ക്, മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ കയറി ഞാൻ കൈകടത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കാനായിട്ട് നിൽക്കരുത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് കൊണ്ട് കേൾക്കണം. ഈ അരുണും പവിത്രയല്ല ഒരുമിച്ച് താമസിക്കേണ്ടത്, ഒരുമിച്ച് ജീവിക്കേണ്ടത്. അവർക്കിതിൽ യാതൊരു പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് കയറി ഇടപെടുന്നത്? നിങ്ങൾ എന്തിനാ അവരുടെ കുടുംബജീവിതം തകർക്കാനായിട്ട് നോക്കുന്നത്? ആ തെറ്റായ കാര്യമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാവരും. അപ്പോൾ ഇത് കേട്ട മോഹിനിയാണെങ്കിൽ, ദേ നന്ദേ, നീ ഇക്കാര്യത്തിൽ ഇടപെടണ്ട, നിനക്കത് പറയാനും പറ്റില്ല. പക്ഷേ ഞാൻ വളർത്തിയ മകനാണ് അവൻ. അവൻ്റെ കൂടെ ആര് ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കാം. അതിനുള്ള അവകാശം എനിക്കുണ്ട്. ഭർത്താവിനെ ചതിച്ച ഇവള് ഇനി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വേണോ? പറ്റില്ല. പവിത്രേ, നീ എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛനെ വിളിച്ച് വരുത്തിക്കോ, എന്നിട്ട് ഇറങ്ങിപ്പോയിക്കോളൂ ഇവിടുന്ന്. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്നെ കണ്ടുപോകരുത് ഈ തറവാട്ടിൽ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരോടും പറഞ്ഞ് ഇവരവിടെ നിന്ന് ആ ഒരു കൂട്ടായ്മ പിരിയുകയാണ്. പിന്നീട് നമ്മുടെ അരുണും അതേപോലെ തന്നെ നന്ദയും കൂടി ചേർന്ന് ഗൗതത്തിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഗൗതേട്ടാ, എൻ്റെ പവിത്രയെ ഇവിടെ നിന്ന് ഇറക്കി വിടാമെന്ന് ആരും വിചാരിക്കണ്ട. അവൾ ഇറങ്ങിയാൽ ഞാനും അവളുടെ ഒപ്പം കൂടെ ഇറങ്ങും. കാരണം അവളെൻ്റെ ഭാര്യയാണ്. അവളെനിക്ക് കൈവിടാനായിട്ട് പറ്റില്ല. അവളെ സംരക്ഷിച്ചല്ലേ മതിയാവുള്ളൂ. എടാ അരുണേ, നിങ്ങളതിനെ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകാനായിട്ട് പോകുന്നില്ല. അവരെയൊക്കെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കാം, അവരെ ബോധ്യപ്പെടുത്താം. പക്ഷേ നീയൊരു കാര്യം ചിന്തിക്കണം. ഈ സജയനില്ലേ, ഇവളുടെ ഭർത്താവെന്ന് പറഞ്ഞു വന്നവൻ, അവൻ ഇവളെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. പിന്നെന്താ ഗൗതമേട്ടാ, അവൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാ പവിത്രയെ തേടി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ നന്ദ ചോദിക്കുകയാണ്, ഗൗതം സാർ, എന്താ സാർ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറയാം, വിശദമായിട്ട് തന്നെ പറയാം. അവനെ അങ്ങ് ഒരു ഡാൻസ് ക്ലബ്ബ് ഉണ്ട്, ആ ഡാൻസ് ക്ലബിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘവും അതിൽ ഇടപെട്ടതാണ് ഇവനും. ഇവൻ പവിത്രയെ വിൽക്കാൻ കൊണ്ടുപോവുകയാണ്. ഒരു മനുഷ്യ സംഘടന. അവൻ ആ ഒരു ഗ്യാങ്ങിൽ പെട്ടതാണ്. പിന്നെ ഇവനെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും പറഞ്ഞത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരുത്തനാണ് എന്നിങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരുണിന് കാല്യ വന്നിട്ട്, അവനെ ഞാൻ വെറുതെ വിടില്ല, കൊല്ലും ഞാൻ. ദേ അരുണേ, നീ ധൃതി കാണിക്കരുത്. ദേ നമുക്ക് എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവ്വം വേണം ചെയ്യാനായിട്ട്. ഗൗതേട്ടാ, എന്നാൽ പിന്നെ ഞാൻ ഇതെല്ലാം പോയി അമ്മായിയോട് പറയട്ടെ? വേണ്ട, അമ്മായിയോട് പറയണ്ട. നീ പറഞ്ഞാൽ വിശ്വസിക്കോ? ഇല്ലല്ലോ. പക്ഷേ സകല തെളിവുകളോടും കൂടി തന്നെ അവരുടെ മുന്നിൽ നിരത്തി വെക്കണം, എന്നാൽ മാത്രമേ അവർ വിശ്വസിക്കുള്ളൂ. ഇനി അതിനുള്ള തയ്യാറെടുപ്പാണ് എന്നും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.